ജനവിരുദ്ധ സർക്കാരിനെതിരെ പറവൂരിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ജനവിരുദ്ധ സർക്കാരിനെതിരെ കോൺഗ്രസ് പറവൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറവൂർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. AICC അംഗം KP ധനപാലൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇലക്ട്രിസിറ്റി ചാർജിനെതിരെയുള്ള വിലക്കയറ്റത്തിനെതിരെയുള്ള സമരം നടക്കുകയാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കാൻ കാരണം എന്താണ്? കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ ചാർജ് വർദ്ധിപ്പിക്കും. പക്ഷെ ഇവിടെ ചാർജ് വർദ്ധിപ്പിക്കാൻ ഇപ്പോ പ്രേരകമായിട്ടുള്ള സംഗതി ഗവൺമെന്റിന്റെ തലതിരിഞ്ഞ തീരുമാനം കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആര്യാടൻ മുഹമ്മദ് വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ദീർഘകാല കരാർ 25 കൊല്ലത്തേക്ക് 4 രൂപ 15 മുതൽ 4.30 വരെ യൂണിറ്റിന് 25 വർഷത്തേക്ക് കരാർ ഉറപ്പിച്ച ആ കരാർ ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നു. എന്താ കാര്യം? ആ കരാറിൽ അഴിമതിയുണ്ട്. അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് വൈദ്യുതി തരാൻ സ്വകാര്യ കമ്പനികൾ തയ്യാറാണ്. ശ്രീ ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ 5 വർഷക്കാലം ഭരിച്ചല്ലോ, അന്നൊന്നും തോന്നിയില്ലേ? ആ എഗ്രിമെന്റ് പ്രകാരം തന്നെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, ആദ്യത്തെ ഗവൺമെന്റ് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 7 വർഷം കഴിഞ്ഞപ്പോഴാണ് അന്നുണ്ടാക്കിയ കരാറ് അഴിമതിയുണ്ട്, അതിനേക്കാൾ കുറച്ച് വൈദ്യുതി കിട്ടും, ടെൻഡർ ക്യാൻസൽ ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KA അഗസ്റ്റിൻ, MS റജി, നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ, MJ രാജു, UDF ചെയർമാൻ PS രഞ്ജിത്ത്, PC പത്രോസ്, TK ഉദയഭാനു, രമേശ് ടി കുറുപ്പ്, പ്രദീപ് തോപ്പിൽ, M രാജ്കുമാർ, A നസീർ, സുദർശനൻ, മധുലാൽ, VH ജമാൽ, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, ജോസ് മാളിയക്കൽ, അനു വട്ടത്തറ, സജ്ജി നമ്പ്യാത്ത്, രവി ചെട്ടിയാർ, പൗലോസ് വടക്കഞ്ചേരി, KP തോമസ്, KR പ്രതാപൻ, അജിത് വടക്കേടത്ത്, ജഹാംഗീർ തോപ്പിൽ, റിബിൻ റഹ്മാൻ, KP അനിൽ, അബ്ദുൽ സലാം, ശ്യാമള ഗോവിന്ദൻ, ലിജി ലൈഘോഷ്, ലൈജി ബിജു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. സാധാരണ വീടുകളിൽ പോലും വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരുമ്പോൾ അവർ ഞെട്ടുകയാണ്. സാധാരണക്കാരെ വീടുകളിൽ പോലും 700 രൂപ 800 രൂപ കൊടുക്കേണ്ടി വരുന്നു. മനുഷ്യരെ വെള്ളം കുടിച്ച് ചാവാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ ഒരു ഗവൺമെന്റ് ഇവിടെ നടന്നു പോകുമ്പോൾ കോൺഗ്രസ് പ്രതിഷേധിക്കട്ടെ. തക്കാളി വാങ്ങിക്കണമെങ്കിൽ, വെറുതെ തക്കാളി വാങ്ങിക്കണമെങ്കിൽ കൊടുക്കണം 100 രൂപ. അതിന്റെ കൂടെ ഒന്ന് പച്ചമുളക് കിട്ടണമെങ്കിൽ 200 രൂപയാണ് പച്ചമുളക്. ജീവിക്കണ്ടേ? വെളിച്ചെണ്ണ ചമ്മന്തി അരയ്ക്കാന്നൊന്നും ഉദ്ദേശിക്കണ്ട. കാരണം വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഇങ്ങനെ കടകളിൽ ഇരിക്കുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണയുടെ വില, ഞാൻ ഓരോ സാധനത്തിന്റെയും വില